ഭരണത്തിന്റെ അവസാന വർഷം പുതിയ പദ്ധതിയുമായി സർക്കാർ. മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. പദ്ധതികളുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പ്രതികരണം ശേഖരിച്ച് വിശകലനം ചെയ്യും. പൊതുജനങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കും പരാതികൾക്കും മറുപടി ഉറപ്പാക്കും. പരിപാടിക്ക് സാങ്കേതിക അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ കിഫ്ബിയെ ചുമതലപ്പെടുത്തി. വിവരങ്ങൾ സെയ്ഫ് സൈൻലാബ്ദീൻ നൽകും. സെയ്ഫ്, ഒരു നവകേരള സദസ്സ് മാതൃകയിലായിരിക്കുമോ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന പരിപാടിയും? സേഫിലേക്ക് വരാം. ഭരണത്തിന്റെ അവസാന വർഷമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതിയ പദ്ധതിയുമായി സർക്കാർ രംഗത്തെത്തുന്നത്. മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന പേരിലാണ് പരിപാടി. പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. പദ്ധതികളുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പ്രതികരണം ശേഖരിച്ചുകൊണ്ടായിരിക്കും വിശകലനം ചെയ്യുക. പൊതുജനങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കും അതുപോലെ തന്നെ പരാതികൾക്കും മറുപടി ഉറപ്പാക്കുകയും ചെയ്യും. സെയ്ഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, നവകേരള സദസ്സ് മാതൃകയിലാണോ മുഖ്യമന്ത്രി എന്നോടൊപ്പം? ദിവ്യ, വിപുലമായ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നുവെന്നാണ് മന്ത്രിസഭാ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി എന്നോടൊപ്പം അഥവാ CM വിത്ത് മീ എന്നാണ് പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളായിട്ട് സംസ്ഥാന സർക്കാർ പറയുന്ന കാര്യങ്ങൾ പ്രധാന സർക്കാർ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, മേഖലാടിസ്ഥാനത്തിലുണ്ടാകുന്ന സംരംഭങ്ങൾ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തുടങ്ങിയവയെക്കുറിച്ചുള്ള പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ അതിന്റെ വിവരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യമായിട്ട് അതിനകത്ത് കാണാൻ കഴിയുന്നത്. പദ്ധതികളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, ഉത്തരവാദിത്വം ഉറപ്പാക്കുക, കാലതാമസം കുറച്ച് വേഗത്തിൽ തന്നെ നടപ്പാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം. പിന്നീട് സാധാരണക്കാരെ ബാധിക്കുന്ന ഭവന നിർമ്മാണം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യം, പരിസ്ഥിതി, ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളിൽ വേഗത്തിലുള്ള ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമായി നമുക്ക് കാണാൻ കഴിയുന്നത്. പൊതുജനങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കും പരാതികൾക്കും മറുപടി വേഗത്തിൽ തന്നെ ഉറപ്പാക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് മന്ത്രിസഭ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിനുവേണ്ടി 20 കോടി രൂപ പിയാടി വഴി ചെലവാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കിഫ്ബിയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നതിന്, അതിന്റെ വിഭവശേഷി അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ അടക്കം നടപ്പാക്കുന്നതിന് കിഫ്ബിയാണ് അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. KS ഉദ്യോഗസ്ഥരെ ഇതിനുവേണ്ടി മാറ്റി നിയമിക്കുന്നുണ്ട്. മുതിർന്ന IAS ഉദ്യോഗസ്ഥർ ഇതിന്റെ ചുമതലയിലേക്ക് വരും എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ വർഷമാണിത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരായിരിക്കും ഇതിന്റെ തലപ്പത്തേക്ക് വരാൻ പോകുന്നത്. ഒരു പ്രസ്റ്റീജിയസ് പരിപാടിയായിട്ട് സംസ്ഥാന സർക്കാർ കാണുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. CM വിത്ത് മീ എന്ന പദ്ധതിയുമായി സർക്കാർ രംഗത്തെത്തുന്നത്. വിശദാംശങ്ങളാണ് സെയ്ഫ് സൈൻലാബ്ദീൻ നൽകിയത്.